ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഈശോ തെരഞ്ഞെടുത്ത് നഴ്സിംഗ് ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കുറച്ച് ചെറുപ്പക്കാരെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗകൻ 12:1 പറയുന്നത് പോലെ, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് തൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. നഴ്സിംഗ് മേഖലയിൽ തൻ്റെ യുവത്വത്തിൽ തന്നെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ ഏതാനും നഴ്സുമാരെ നമുക്കിന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സിനോഷ്. ഞാൻ ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് അനു. ഞങ്ങൾ നാട്ടിൽ തൊടുപുഴയിലാണ്. എൻ്റെ പേര് സ്റ്റീഫൻ. ഞാൻ ദുബായിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ സ്ഥലം തൃശ്ശൂർ. ജീവിത പങ്കാളിയുടെ പേര് തെരേസ. നാട്ടിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ലിജോ. ഞാൻ ഷാർജ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ കട്ടപ്പനയാണ് സ്ഥലം. ഞാൻ ജോമി. ഞാൻ ദുബായിൽ 2 വർഷമായിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം അങ്കമാലിയാണ്. എൻ്റെ വൈഫിൻ്റെ പേര് അനില. സാധാരണയായി ഈ നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു മേഖലയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ജോലി സാധ്യത കണ്ടിട്ടാകണം ഒത്തിരി ആൺകുട്ടികളും ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായി. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്ന് വളരെ അവിചാരിതമായിട്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള ചിന്തയിലേക്ക് നിൽക്കുമ്പോൾ, അതായത് ജോലിയൊന്നും കിട്ടുന്നില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഈ നഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് പോകുന്നു. അപ്പോൾ എനിക്കും തോന്നി ഇപ്പോൾ നഴ്സിംഗ് എടുത്ത് ചിലപ്പോൾ ജോലി കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും ഈ നഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്നു. അങ്ങനെ ബാംഗ്ലൂർ ജോയിൻ ചെയ്യുന്നു. ചെന്ന് ആദ്യത്തെ വർഷം തന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആദ്യം പഠിച്ചിരുന്ന മേഖല ആയിരുന്നില്ല ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു പോരണമെന്നൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യം ആഗ്രഹം. പക്ഷേ ലോൺ എടുത്തൊക്കെയാണ് പോയത്. നമുക്കെല്ലാവരും തന്നെ ലോൺ എടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ ലോണൊക്കെ എടുത്ത് പോയി. പിന്നെ അവർ പറയുന്നതിന് സർട്ടിഫിക്കറ്റ് 3 വർഷത്തിന് ശേഷം പഠിച്ചതിന് ശേഷം തിരിച്ചു തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധിതനായി. എന്നിരുന്നാലും അതിനുശേഷം ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഏതാനും 5 വർഷക്കാലം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അവിചാരിതമായിട്ട് അത്ഭുതകരമായിട്ട് എനിക്ക് ഇവിടെ ജോലി കിട്ടി. അങ്ങനെ ദുബായിലെത്തി. പിന്നീട് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ നഴ്സസ് മിനിസ്ട്രിയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സിനോഷിൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ നഴ്സിംഗ് എന്ന മേഖലയിലേക്ക് എങ്ങനെ കടന്നു വന്നതെന്ന് പറയാം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങളുടെ ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഞാൻ ഒരിക്കലും ഒരു നേഴ്സാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്ന വ്യക്തിയല്ല. ഞാനിങ്ങനെ +2 കഴിഞ്ഞ സമയത്ത് എൻ്റെ പപ്പ മരിച്ചുപോയി. വളരെ ഒരു കാർഷിക കുടുംബമാണ് ഞങ്ങളുടേത്. പപ്പായും മമ്മിയും ഞങ്ങളെ കൃഷിപ്പണിയൊക്കെ എടുത്താണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് മുന്നോട്ട് പഠിക്കണമെന്ന് വലിയ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു, കാരണം നടക്കത്തില്ല എന്നറിയാം. പക്ഷേ ഞാനും അങ്ങനെ സ്വാഭാവികമായിട്ട് കൃഷിപ്പണിയിലേക്ക് ഇറങ്ങി. 6 മാസത്തോളം ആ കൃഷിപ്പണിയൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് തിരുവനന്തപുരത്തൊരു കമ്പനിയിലൊരു ഓഫീസ് ബോയ് ആയിട്ടൊരു ജോലിക്ക് കയറി. വളരെ കുറഞ്ഞ ശമ്പളത്തിലായിരുന്നു ജോലി. എന്തായാലും 2 വർഷം ഞാനവിടെ ജോലി ചെയ്തു. ആ 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഏരിയയിൽ ആ കമ്പനിയുടെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് എനിക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചി ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നഴ്സിങ്ങിന് ചേർന്നു. ചേച്ചി നഴ്സിങ്ങിന് ചേർന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ നഴ്സിങ്ങിന് ചേരാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അടയ്ക്കണം, അതുകൊണ്ട് എനിക്കത് നടക്കുന്ന കാര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ പ്രൊഫഷനേ അല്ല, ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്തായാലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോ നടത്തി തരും, ഒരു വഴി കാണിച്ചു തരും എന്നുള്ള ഒരു രീതിയിൽ ഞാൻ നഴ്സിങ്ങിന് ചേർന്നു. ദൈവം അത്ഭുതകരമായിട്ട് നടത്തി തന്നു. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ ബോംബെയിൽ എനിക്കൊരു ജോലി കിട്ടി. 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ
ദുബായിൽ നിന്നൊരു കമ്പനിയിൽ നിന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാനവിടെ പാസ്സായി. ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് ഞാൻ ദുബായ് 2009 ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കമ്പനിയിൽ നിന്ന് എനിക്ക് എക്സാം പാസ്സാകാൻ ഏതെങ്കിലും ലൈസൻസ് വേണമെന്നുള്ളൊരു സ്ഥിതി വന്നു. അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. മിനിസ്ട്രിയുടെ എമർജൻസിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അവിചാരിതമായിട്ട് ദൈവം ഇടപെട്ട പോലെ തന്നെ തലേ ദിവസം ഒരു എക്സാമിന് ഡേറ്റ് കിട്ടുകയാണ്. അതായത് നാളെ രാവിലെ എക്സാം, ഇന്ന് വൈകിട്ട് എനിക്ക് ഡേറ്റ് കിട്ടുകയാണ്. ദൈവാനുഗ്രഹത്താൽ എക്സാം പാസ്സായി. അങ്ങനെ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം മിനിസ്ട്രിയുടെ നിന്നൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. 2014 ആ ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത ഹോസ്പിറ്റൽ സൈക്കാട്രി ഹോസ്പിറ്റലാണ്. അവിടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ നേഴ്സസ് മിനിസ്ട്രിയിൽ നേരത്തെ വരുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നു ചേർന്നത്. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ജോലി മേഖലയിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ ഒരു നേഴ്സായി മാറാനുള്ള ഉണ്ടായൊരു സാഹചര്യം. എന്താണ് സ്റ്റീഫനെ സംബന്ധിച്ച്, സ്റ്റീഫൻ എങ്ങനെയാണ് ഈ ഒരു നേഴ്സിംഗ് മേഖലയിലേക്ക് വന്നത്? നേരത്തെ ജോമി പറഞ്ഞ പോലെ തന്നെ വളരെ അവിചാരിതമായിട്ടായിരുന്നു ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. കാരണം ഞാൻ ഓൾറെഡി ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തായിരുന്നു. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു നഴ്സിംഗ് ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു കോഴ്സിനെ പോകാനായിട്ട് തീരുമാനമെടുത്തത്. പക്ഷേ ഈ ഒരു കോഴ്സിനായിട്ട് ഞാൻ പോകാൻ തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ഒരു നഴ്സിംഗ് ഒത്തിരി പാഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമില്ല എന്ന ദേഷ്യമില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഉടനെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ ICUവിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. കാരണം ന്യൂറോ സർജറി ICUവിലായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. അപ്പോൾ പേഷ്യൻസൊക്കെ ഒന്നുകിൽ കോമ സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഒത്തിരി ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ ജോലി അത്ര എളുപ്പമല്ലാതിരുന്നുകൊണ്ട് തന്നെ പതിയെ ഈ ജോലി മടുക്കാനായിട്ട് തുടങ്ങി. എങ്കിലും രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ഒരു മടുപ്പ് തോന്നാൻ കാരണം പണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒത്തിരി നല്ല ജോലിയിൽ അവരായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുറേ പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബാങ്ക് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാനിവിടെ ഈ കഷ്ടപ്പെടുമ്പോൾ എന്തോ ഒരു മടുപ്പ് വല്ലാതെ തോന്നാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് ആ ഒരു ജോലി തുടരേണ്ടിയിരുന്നു. കാരണം വേറൊരു നിവൃത്തിയില്ല. 4 വർഷത്തോളം പഠിച്ചു, കുറച്ച് നാൾ ജോലി ചെയ്തു. അപ്പോൾ വേറൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. ആ ഒരു സമയത്താണ് 2013 മാർച്ച് മാസത്തിൽ എനിക്ക് ദുബായിൽ ഒരു ജോലി ശരിയായി. ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പതിവായിട്ട് പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി, വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് പള്ളിയിലെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊന്നും എനിക്കതിന് സാധിച്ചില്ല. ആ ഒരു സമയത്താണ് പള്ളിയിലെ അനൗൺസ്മെൻറ്റിൽ 2013 നാഷണൽ നഴ്സസ് കോൺഫറൻസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് തോന്നി ഇത് തന്നെയാണ് എൻ്റെ സമയം. വേഗം പോയി ഞാൻ ആ ഒരു പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ദ ഗ്രേറ്റസ്റ്റ് കോൾ എന്ന് പറഞ്ഞ് 2013 ഡിസംബർ മാസത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തു. അതിനുശേഷം പിന്നെ പതിവായിട്ട് നഴ്സസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും നൈറ്റ് വിജിലിലൊക്കെ പോകാനായിട്ട് തുടങ്ങി. ഈ ഒരു നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ലിജോ, ഇവരൊക്കെ പോലെ തന്നെയാണോ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നത്? എൻ്റെ കാര്യം ഇതിൽ വളരെ വ്യത്യസ്തമാണ്. വളരെ പ്ലാൻഡ് ആയിരുന്നു. +2 കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു, നഴ്സിംഗ് പ്രൊഫഷനെ പറ്റി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നഴ്സിംഗ് പഠിക്കണം, അങ്ങനെ ജോലി ചെയ്യണം, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി. ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്തു. വളരെ ആത്മാർത്ഥമായി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പുറത്ത് എവിടെയും ഗൾഫിൽ എവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച പപ്പയുടെ അനിയൻ എന്നെ വിളിച്ചു പറയും, എനിക്ക് ജോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വിസ അയച്ചു തരികയും ഞായറാഴ്ച കയറി പോരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാനിവിടെ തിങ്കളാഴ്ച ഞാനിവിടെ ജോയിൻ ചെയ്തു. പിന്നീട് ഞാനിവിടെ സ്ഥിരമായിട്ട് കുർബാന പങ്കെടുക്കുമായിരുന്നു. ഒരു ദിവസം 2015 നഴ്സിംഗ് ഗ്രേറ്റ് കോളിനെ പറ്റി വിളിച്ച് പള്ളി അനൗൺസ് ചെയ്യുകയും അങ്ങനെ ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വരുന്നത്. സിനോഷ്, നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം വ്യക്തി ജീവിതത്തിലും ജോലി മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ജോമി. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ പേഷ്യൻസ് നമുക്കറിയാം മറ്റു പേഷ്യൻസിനെ പോലെയല്ല. അവർ പലപ്പോഴും വയലൻ്റ് ആവും, നമ്മളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറും. പലപ്പോഴും നമ്മൾ അടിക്കുകയും കടിക്കുകയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഈ ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതികരിക്കാനുള്ളൊരു തോന്നൽ വരുമായിരുന്നു, ഇവരോട് തിരിച്ച് പ്രതികരിക്കാനായിട്ട്. പക്ഷേ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് നന്നായിട്ട് പെരുമാറാനും അവരെ കേൾക്കാനും അവരെ കൂടുതൽ കെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡി അഡിക്ഷൻ വാർഡിലാണ്. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് മാനസിക നില തെറ്റിയ അങ്ങനെയുള്ള പേഷ്യൻസാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അവിടെ ഈയിടെ ഒരു പേഷ്യൻ്റ് വന്നു.
അദ്ദേഹത്തിന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടൊരു ജോലി എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മദ്യപാനം മൂലം എല്ലാം നശിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവും ജോലിയും എല്ലാം നശിച്ചു. ഇപ്പോൾ കയറി കിടക്കാനൊരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ. അയാളോട് ഞാൻ ആദ്യമൊക്കെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ അത് കേൾക്കാനൊക്കെ ഒരു മനസ്സൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പിന്നീട് ഞാനിപ്പോൾ അതൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ബൈബിള് എൻ്റെ കയ്യിലിരുന്നൊരു ബൈബിൾ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ആദ്യമൊക്കെ എന്നോട് പറഞ്ഞു ഞാനത് തലയിണയുടെ അടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈശോയുടെ കരുതലിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ വ്യക്തിയിൽ വളരെ പ്രകടമായൊരു മാറ്റം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു കരുതലും സ്നേഹമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. സിനോഷ് പറഞ്ഞ പോലെ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും ഒത്തിരി അപ്പുറത്താണ്. സിനോഷ് നമ്മുടെ കൂട്ടായ്മയിലെ മ്യൂസിക് മിനിസ്ട്രി അംഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാനായിട്ട്. തീർച്ചയായും സ്റ്റീഫൻ, ഞാൻ പാടാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. സിനോഷ് വളരെ മനോഹരമായിട്ട് പാടി. ഇനി എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ വരുന്നതിന് മുൻപ് തന്നെ പതിവായിട്ട് ഞാൻ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അത് വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും വിശുദ്ധ കുർബാന അല്പം നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാച്ച് നോക്കി അസ്വസ്ഥനാവും. അതുപോലെ തന്നെ പതിവായിട്ട് കുമ്പസാരിക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാവും, ഒരു സെയിം പാപങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ തവണ കുമ്പസാരിക്കുമ്പോഴും അതേ പാപങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ഒരെണ്ണം പോലും കുറയ്ക്കുകയോ കൂടുകയോ അങ്ങനെ ഒരു ഇതില്ല, സ്ഥിരം ഒരേ പാപങ്ങൾ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഏറ്റു പറയുന്നൊരവസ്ഥ. ആ ഒരു സമയത്താണ് ഞാൻ നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതും കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതും. അങ്ങനെ ആദ്യമൊക്കെ അല്പം മടിയുണ്ടായിരുന്നു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ഒക്കെ. പക്ഷേ സാവധാനത്തിൽ എൻ്റെ ആ മടി കുറച്ചൊക്കെ മാറി. പിന്നെ എല്ലാവരെയും പോലെ വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. നേഴ്സസ് മിനിസ്ട്രിയിലെ ഒത്തിരി ക്ലാസ്സുകളും ഒത്തിരി പേരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ എന്നെ സ്വാധീനിച്ചു. തീർച്ചയായിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആത്മപരിശോധന ചെയ്തപ്പോൾ, ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ, ഞാൻ സ്ഥിരമായിട്ട് ഏറ്റുപറയാറുണ്ടായിരുന്ന ഒരുപാട് പാപങ്ങൾ എനിക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റീഫ്, ആത്മീയ ജീവിതത്തിൽ എന്ന പോലെ പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതിലൊന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു നഴ്സായിട്ട് അറിയപ്പെടാനായിട്ട് എനിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. പലപ്പോഴും ഒത്തിരി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ സർജറിക്കായിട്ട് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒക്കെ ഒത്തിരി പിറുപിറുത്ത് ഒരിക്കലും താല്പര്യമില്ലാതെയാണ് ഞാൻ ആ ഒരു സർജറിയൊക്കെ അസിസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഈശോയെ അറിഞ്ഞതിന് ശേഷം അതുപോലെയുള്ള പേഷ്യൻസിനെ സർജറി അസിസ്റ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഇനി ഒരു വിഷമം കൂടാതെ സന്തോഷത്തോടു കൂടെ തന്നെ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പലരുടെയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഇതുപോലെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ കൂടുതൽ അടുത്തറിയാനും ഈശോയെ ഒത്തിരി സ്നേഹിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഒത്തിരി പേര് അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ലിജോ, ഞങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഇതിലേക്ക് വന്ന വ്യക്തിയാണ് താങ്കൾ. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. എൻ്റെ അനുഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ അതെൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു. നഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം മറ്റുള്ളവരുടെ അനുഭവം കേട്ടതിന് ശേഷം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ജോലി ചെയ്യുന്നതിൻ്റെ ആവശ്യകത എനിക്കും വളരെയധികം മനസ്സിലാക്കി കിട്ടി. ദൈവസ്നേഹത്തെ അധിഷ്ഠിതമായ ജീവിതം തുടങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. നാട്ടിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ ജോയിൻ ചെയ്ത് മെഡിക്കൽ വാർഡിലാണ്. 3 മാസമായിട്ടും ജോലിയായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. തന്മൂലം എൻ്റെ ഇൻചാർജ് എന്നോട് പറഞ്ഞു ടെർമിനേഷൻ ചെയ്യാതെ എനിക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ വിഷമത്തിലായി. ഈ വിഷമം എൻ്റെ വൈദികനോട് ഞാൻ ഷെയർ ചെയ്തു. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എനിക്കിതിന് ഉത്തരം തരും എന്ന് വൈദികൻ പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എൻ്റെ ഇൻചാർജ് എന്നോട് പറഞ്ഞു. അതിന് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുത്തെ ബെസ്റ്റ് നേഴ്സായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടെർമിനേഷൻ്റെ വക്കിൽ നിന്നും അല്പനാളുകൾക്ക് ശേഷം ആ ഒരു ഹോസ്പിറ്റലിലെ ബെസ്റ്റ് നഴ്സായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയുടെ അവിടുത്തെ ഒരു പ്രവൃത്തി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു നഴ്സാണ് എപ്പോഴും ദ ബെസ്റ്റ് നഴ്സ്. ജോമിയെ പലപ്പോഴും ഞാൻ നമ്മുടെ കൂട്ടായ്മയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ച് ജോമിക്ക് പറയാനായിട്ടുള്ളത് എന്താണ്? പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനീ കൂട്ടായ്മയ്ക്ക് എന്തിനു പോകുന്നു? പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. എനിക്കുണ്ടായ ഒരു അനുഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നഴ്സിങ്ങിന് വരുന്നതിന് മുമ്പ് ഒരു മദ്യപിക്കുന്ന ആളായിരുന്നില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയൊരു രസത്തിന് തുടങ്ങിയൊരു മദ്യപാനം പിന്നീട് അത് വളരെ ദുശീലമായിട്ട് വളരാൻ തുടങ്ങി. പലപ്പോഴും എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മദ്യപിക്കുകയായിരുന്നു. ഞാൻ പല ധ്യാനങ്ങളും കൂടി ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മദ്യപിക്കില്ല എന്നൊക്കെ. പക്ഷേ പലപ്പോഴും എനിക്കത് സാധിക്കാറില്ല. പലപ്പോഴും പലരും വന്ന് പറയുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മദ്യപിക്കുമായിരുന്നു. എന്നാൽ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് വളരെ സജീവമായിട്ട് പങ്കെടുത്തതിന് ശേഷം പല പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു ദിവസം ഒരു 1 ഡേ പ്രോഗ്രാമിൽ വെച്ച് അന്ന് ശുശ്രൂഷ ചെയ്ത ബ്രദർ ചോദിച്ചു, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുള്ള ദുശീലം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും മാറ്റിവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഏറ്റുപറയാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തു, മദ്യപാനം എന്ന ദുശീലം എൻ്റെ കർത്താവിന് വേണ്ടി മാറ്റിവയ്ക്കുക എന്നുള്ളത്. അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. ആ ഉറച്ച തീരുമാനത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ നഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാ ആഴ്ചതോറുമുള്ള പ്രാർത്ഥനകളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്, ധ്യാനങ്ങൾ ഇടയ്ക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ആ ശക്തിയിൽ നിന്നാണ് എനിക്ക് ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. പലപ്പോഴും പല പ്രലോഭനങ്ങളും പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ സാധിച്ചത് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട ഒരു പഴഞ്ചൊല്ലാണ് ഐക്യമത്യ മഹാബലം എന്നൊക്കെ പറയുന്നത്. ഒരു ചുള്ളിക്കൊമ്പാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കല്ലേ, പക്ഷേ ഒരു കൂട്ടം ചുള്ളിക്കമ്പുകളോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ ഈ കൂട്ടായ്മയോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി ശക്തി നമുക്ക് അവിടെ നിന്ന് കിട്ടും. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒത്തിരി വളരാൻ നമുക്ക് സാധിക്കും. ജോമിയുടെ ഈ അനുഭവം കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനെന്നുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ലോകത്തിൻ്റേതായ പല പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും പിടികൊടുക്കാതെ ജോമിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈശോയുടെ കൂടെയാണ് നടക്കുന്നത്. അതൊക്കെ തീർച്ചയായും ഒരു കൂട്ടായ്മയുടെ ശക്തിയാണെന്ന് തിരിച്ചറിയും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട്, പ്രത്യേകിച്ച് മെയിൽ നഴ്സുമാരോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, പലപ്പോഴും ഫീമെയിൽ നഴ്സസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും നമ്മൾ മെയിൽ നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും മെയിൽ പേഷ്യൻസിന് മെയിൽ നഴ്സസാണ് കെയർ കൊടുക്കുന്നത്. മാത്രമല്ല ലോകമെമ്പാടും ഇൻഡസ്ട്രിയൽ നഴ്സസായിട്ട് ഒത്തിരി മെയിൽ നഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന മേഖല ഏതാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. സ്റ്റീഫൻ പറഞ്ഞത് വളരെ ശരിയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ചെരുവിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നേഴ്സിംഗ് ഒരു ജോലിയെ മാത്രം കാണാതെ ഓരോ രോഗിയിലും ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ജീവൻ്റെ കാവൽക്കാരായിട്ട് കൂടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈശോയുടെ രോഗി ശുശ്രൂഷയുടെ ഭാഗഭാക്കുകളാണ് നാനും. ഓരോ രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ കൂടി നമ്മൾ ലക്ഷ്യം വയ്ക്കണം. കാരണം യേശു ഓരോ ആത്മാവിനും കൊടുത്തിരിക്കുന്നത് അവൻ്റെ ജീവൻ്റെ വില തന്നെയാണ്. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആദര ശുശ്രൂഷ രംഗത്ത് ഈശോയുടെ സ്നേഹവും സൗഖ്യവും പകർന്നു നൽകുന്ന ഇവരെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇനി നമുക്ക് ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നഴ്സിനെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മാർഗരറ്റ്. ഞാൻ UAE-യിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ ശീലിപ്പിച്ചിരുന്നു. വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോയി. ഒരു നഴ്സായപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണം ഞാൻ അനുഭവിച്ചിരുന്നു. അങ്ങനെ ഞാൻ വിവാഹ ജീവിതത്തിലൂടെയും കടന്നു. എല്ലാ നഴ്സുമാരെയും പോലെ ഒത്തിരിയേറെ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും ഞാൻ ഗൾഫിലേക്ക് കടന്നു വന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും എൻ്റെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും പൂവണിയാത്തത് കണ്ടപ്പോൾ എനിക്ക് നിരാശയും ദേഷ്യവും പരാതിയും ഒക്കെ ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ജീവിത പങ്കാളിയോട് പലപ്പോഴും ഇതിൻ്റെ പേരിൽ വഴക്കിടുക, മക്കളോട് ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള സ്വഭാവത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോയപ്പോഴും ഞാൻ ഈശോയോട് പറയുമായിരുന്നു, എൻ്റെ ഈശോയെ, എനിക്കിങ്ങനെയൊന്നും ആകുവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നല്ലോ, എന്നിട്ടും എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേഴ്സസിൻ്റെ നാഷണൽ കൂട്ടായ്മയായ ഗ്രേറ്റ് കോളിലേക്ക് 2009 ഞാൻ കടന്നു വരുന്നത്. അവിടെ വെച്ച് ഈശോ എന്നെ സ്പർശിച്ചു തുടങ്ങി. റോമർ 10:17 പറയുന്നത് പോലെ വിശ്വാസം കേൾവിയിലൂടെയും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതേ കൂട്ടുകാരെ, ഞാൻ എപ്പോൾ ഈശോയിലേക്ക് കണ്ണു നട്ട് എൻ്റെ ഹൃദയം വിട്ടുകൊടുത്തുവോ അപ്പോഴേക്കും ഈശോ എന്നെ സ്പർശിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പലപ്പോഴും കൈ ഉയർത്തി സ്തുതിക്കുവാൻ മടിച്ചിരുന്ന എൻ്റെ ആ മനസ്സിനെ മാറ്റിക്കൊണ്ട് കൈ ഉയർത്തി ഈശോയെ നല്ലവണ്ണം സ്തുതിക്കുവാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഈശോ എന്നെ കടത്തിക്കൊണ്ടുവന്നു. എൻ്റെ ജോലി സാഹചര്യത്തിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരു ദിവസം എമർജൻസി സിസേറിയന് വേണ്ടിയിട്ട് 13 വർഷത്തിന് ശേഷം ഗർഭിണിയായ ഒരു സ്ത്രീയെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഞാനും വേറൊരു സ്റ്റാഫും മാത്രമേ ഡ്യൂട്ടിയിലുള്ളൂ. സിസേറിയൻ തുടങ്ങി. കുഞ്ഞ് തലതിരിഞ്ഞ് കിടന്നിരുന്നത് മൂലം ആദ്യം ബോഡിയാണ് പുറത്തു വന്നത്, പിന്നീടാണ് തല വരുന്നത്. തല പുറത്തേക്ക് വലിച്ചെടുക്കേണ്ട സമയമായപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഡോക്ടറിന് ആ തല പുറത്തേക്ക് വലിച്ചെടുക്കുവാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ ഡോക്ടറും ദൈവമേ ദൈവമേ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ആ സമയം ഞാനാണ് കുഞ്ഞിനെ റിസീവ് ചെയ്യേണ്ടത്. എന്നിലും ഭയങ്കര ടെൻഷൻ വന്നു തുടങ്ങി. ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ കയ്യിലേക്ക് റിസീവ് ചെയ്യുക, ഒരു നോർമലായിട്ടുള്ള കുഞ്ഞിനെ ആണോ എനിക്ക് ലഭിക്കുക എന്നൊക്കെ ഓർത്തപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഉറക്കെ സ്തുതിക്കുവാൻ തുടങ്ങി. മലയാളത്തിൽ എൻ്റെ ഭാഷയിലാണ് ഞാൻ സ്തുതിക്കുന്നത്. ഒരു വിധത്തിൽ കുഞ്ഞിനെ വലിച്ചെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല. എനിക്ക് വളരെയേറെ ടെൻഷനായി. കൂടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ ടെൻഷനാണ്. ആ കുഞ്ഞിൻ്റെ തൊട്ടിയിലേക്ക് ഞാൻ കിടത്തുമ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, നിൻ്റെ കയ്യിലേക്കാണ് ഞാൻ ഈ കുഞ്ഞിനെ തരുന്നത്, നീ കാത്തുകൊള്ളണമേ എന്ന്. ഞങ്ങളാരും പ്രതീക്ഷിക്കാതെ ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ കരയുകയും ഞങ്ങൾക്ക് വേറെ ഒരു കെയറും ആ കുഞ്ഞിന് കൊടുക്കാതെ തന്നെ കുഞ്ഞ് നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി പറഞ്ഞതിനോടൊപ്പം എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. അതേ കൂട്ടുകാരെ, എനിക്കിപ്പോൾ സാധിക്കുന്നു ആ ഓപ്പറേഷൻ ടേബിളിലേക്ക് വന്നു കിടക്കുന്ന ഓരോ രോഗിയിലും ഒരു കുരിശടയാളം വയ്ക്കുമ്പോഴേക്കും എത്ര കോംപ്ലിക്കേഷൻസുമായിട്ട് വന്ന രോഗികളാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആ ഒരവസ്ഥ എനിക്ക് കാണാൻ കഴിയുമ്പോൾ ഈശോയെ എന്തുമാത്രം സ്തുതിച്ചാലും മതിയാവില്ലല്ലോ, അവിടുത്തെ അനന്ത കാരുണ്യത്തിന് എന്നുമെന്നും നമ്മൾ നന്ദി പറയേണ്ടവരാണല്ലോ എന്ന് ആ ബോധ്യം എന്നിൽ കിട്ടിത്തുടങ്ങി. അതെൻ്റെ കൂട്ടുകാരിലും സ്പർശിച്ചു. അവരുമൊക്കെ ഇതുപോലെ
ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് ഒത്തിരി ഉത്കണ്ഠപ്പെട്ടിരുന്നവളായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെയും ദൈവം എന്നെ തൊടുകയായിരുന്നു. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതേ കൂട്ടുകാരെ, എൻ്റെ ഉത്കണ്ഠകളും വിഷമങ്ങളും എല്ലാം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഒരു കോർഡിനേറ്റർ എന്ന ഉത്തരവാദിത്വത്തിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ ഭർത്താവും ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് പുറത്തായി പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ 3 മക്കളും തനിച്ചായിരുന്നു വീട്ടിൽ. അപ്പോഴെല്ലാം ഞങ്ങൾ കെയർ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ഈശോ അവരെ കെയർ ചെയ്യുകയായിരുന്നു. എൻ്റെ മൂത്ത 2 കുട്ടികളും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല മാർക്കോടെ പാസ്സാവുകയും നാട്ടിൽ നല്ല കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കഴിവല്ല, ദൈവം ഞങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത്. അതേ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു, എൻ്റെ ബലഹീനത, ഒത്തിരി ബലഹീനതയിലൂടെ പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൽ നിന്നും ദൈവം ആ വചനം അയച്ചു തന്നെ എന്നെ മാറ്റിയെടുത്തു. 2 കൊരിന്തോസ് 12:9 പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതേ കൂട്ടുകാരെ, ഒത്തിരി ബലഹീനത ഉണ്ടായിരുന്ന, മുൻപിലേക്കൊക്കെ വരാൻ മടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് എൻ്റെ ആ മടിയെല്ലാം മാറ്റി ഈശോയ്ക്ക് വേണ്ടി കിട്ടുന്ന സമയം പ്രവർത്തിക്കാൻ, ഈശോയോടൊത്ത് പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ, സ്തുതിക്കുവാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ നേഴ്സ് എന്ന വിളിയുടെ മാഹാത്മ്യം ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്: ഈശോയെ അറിഞ്ഞു സ്നേഹിക്കുക, ഈശോയിൽ ജീവിക്കുക, ഈശോയെ കൊടുക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 തിരുവചനങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.